അപ്പോൾ വന്യജീവി ആക്രമണങ്ങളിൽ വീണ്ടും തുടരുകയാണ്. പല സ്ഥലങ്ങളിലും മനുഷ്യന്മാരെ പരിക്ക് പറ്റുന്നു, മനുഷ്യന്മാർ മരണപ്പെടുന്നു. ആനയിക്കോട്ടെ, കടുവയിക്കോട്ടെ, കാട്ടുപന്നികളായിക്കോട്ടെ, ആക്രമണങ്ങൾ തുടരുമ്പോൾ നമ്മുടെ വനം വകുപ്പിൻ്റെ ദ്രുത കർമ്മസേനയ്ക്ക്, വനം വകുപ്പിന് സർക്കാർ ഒരുപാട് ആയുധങ്ങൾ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു തിരക്കിലാണ്. നമുക്കറിയാം, അവരെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിയമക്കുരുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും മനുഷ്യ ജീവനേക്കാൾ വലിയതൊന്നും ഈ ലോകത്തില്ല. നമ്മളെ ജീവന് ഭീഷണിയാകുന്ന എന്ത് കാര്യത്തിനെയും നമ്മൾ നേരിടുക തന്നെ വേണം. അതാ രീതിയിൽ തന്നെ കാട്ടിലൊക്കെ മൃഗങ്ങളൊക്കെ ഒരുപാട് പെരുകിയിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും നമ്മുടെ വനംവകുപ്പിൻ്റെ ദ്രുതകർമ്മസേനയ്ക്ക് ഒരുപാട് ജീപ്പുകളും നല്ല അടിപൊളി വാഹനങ്ങളടക്കം നൽകി, പിന്നെ തോക്കും ഉണ്ടയും നൽകി, കൂടുകൾ നൽകി, ബൈനോക്കുലർ നൽകി, സുരക്ഷാ കവചങ്ങൾ നൽകി, കാടുവെട്ടി യന്ത്രങ്ങൾ, രാത്രി കാഴ്ച ശക്തിയുള്ള, രാത്രിയും പകലും കാണാൻ പറ്റുന്ന നിരീക്ഷണ ക്യാമറകൾ, 100-ലധികം ഡ്രോണുകൾ, ഒക്കെ മുന്നറിയിപ്പ് സംവിധാനമുള്ള AI ക്യാമറകൾ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി അവരൊരു ഇറങ്ങാൻ പോവാണ്. നമുക്കൊക്കെ പ്രതീക്ഷിക്കാം. മനുഷ്യന്മാരെക്കാൾ വലുതൊന്നും വേറെ അല്ലടോ. നിങ്ങളങ്ങോട്ട് വനം വകുപ്പ് നിങ്ങളങ്ങോട്ട് നടത്തിക്കൂടി. ഈ ആക്രമിക്കുന്ന മനുഷ്യന്മാർക്കെതിരെ ഭീഷണി നിൽക്കുന്ന ആൾക്കാർ വെടിവെച്ചിട്ട് കൊന്നോളി, അല്ലെങ്കിൽ മയക്കൂടി വെച്ചോളി. നിയമം കാര്യമൊക്കെ പിന്നെ നോക്കാം. ഇവിടുത്തെ പത്രക്കാരൊക്കെ ഒന്ന് കെയർഫുൾ എടുത്ത് കാണിക്കാഞ്ഞാൽ മതി. വനവകുപ്പുകാർ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു കാണിക്കാതെ മാധ്യമങ്ങളൊക്കെ സഹകരിച്ചാൽ, എല്ലാവരും സഹകരിച്ചാൽ എല്ലാ വേട്ടയും നടക്കും. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. മനുഷ്യന്മാരങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും.